ഗൈസ്, അധികം ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ റെഡ് ലെഹങ്ക ചെയ്തിട്ടില്ലായിരുന്നു, അതിൻ്റെ ഒരു ചെറിയ കുട്ടി ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമാണ് എനിക്ക് അടുത്ത ടൈം ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്നത്. സോ കണ്ടാലോ, കമൻ ഗൈസ്. ആറ്റിങ്ങിൽ നിന്നാട്ടോ ഞാൻ ഫാബ്രിക് എടുക്കുന്നത്. മെയിനായിട്ട് കല്യാണിൽ നിന്നാണ് ഞാൻ ഫാബ്രിക് എടുക്കാറ്. ഞാൻ എടുത്തിരിക്കുന്നത് സാറ്റൻ കോട്ടൺ ആട്ടോ. നൈറ്റ് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ജലന്റെ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ ആരും കാണത്തില്ല, എന്നാൽ എന്റെ മനസ്സമാധാനത്തിന്. ഇപ്പം മോസ്റ്റ്ലി ഉമ്മയാട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിപ്പം ഹാൻഡ് പെയിന്റിങ് മാത്രമായിട്ട് ഇപ്പം ഫോക്കസ് ചെയ്യുന്നത്. ഞാനേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ടൈമിൽ എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല മെറ്റീരിയൽ വേണം, അതായത് നല്ല ഫാബ്രിക്കോളം സ്റ്റിച്ചിങ്ങിന് എനിക്ക് വേണം. പക്ഷെ എൻ്റെ ഉമ്മയാണെങ്കിൽ ഈ ഏത് ഇതായാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. അത് ഒരു വല്ലാത്തൊരു കഴിവ് തന്നെ കേട്ടോ. ഈ ഫാബ്രിക് എല്ലാം അയൺ ചെയ്ത് കോട്ടൺ ഫ്യൂസിങ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാട്ടോ നമ്മൾ പെയിന്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കോട്ടൺ ഫ്യൂസിങ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ളൊരു കേസായിരുന്നു കേട്ടോ. ഇതിന്റെ അടുത്ത ഘട്ടമാണ് ട്രേസിംഗ് എന്ന് പറയുന്നത്. കൂടുതൽ നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടോ വരച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും എൻ്റെ ഉമ്മയും കൂടെ ആയിട്ടിരുന്ന് വരച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പെൻസിൽ വാങ്ങാനുള്ള ഗതി പോലും എൻ്റെ ഫാഷൻ ഡിസൈനർക്കില്ല. ഇനി ഇതിലെ അടുത്ത സ്റ്റെപ്പാണ് ട്രേസിംഗ് എന്ന് പറയുന്നത് ഫാബ്രിക്കില്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു സംഭവമാണ് കാർബൺ പേപ്പർ എന്ന് പറയുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ട്രേസിംഗ് കൊടുക്കുന്ന ടൈമിൽ കാർബൺ പേപ്പർ പിൻ ചെയ്യാറുണ്ട് നമ്മൾ. പക്ഷെ അത് നോർമൽ രീതിയിൽ പിൻ ചെയ്യുന്നത് അത് നമുക്ക് ആ ഫാബ്രിക്കിൽ മാർക്കിങ് വരാൻ ചാൻസ് ഉണ്ട്. സോ അത് നല്ലപോലെ കെയർ കൊടുത്തിട്ട് മാത്രം നിങ്ങൾ പിൻ ചെയ്യുക. കാരണം ഈ ട്രേസിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ, മാർക്കിങ് ആയിക്കഴിഞ്ഞാൽ അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് ട്രേസ് ചെയ്യുന്ന ടൈമിൽ ഉമ്മ അടുത്ത സ്ഥലത്ത് ട്രേസ് ചെയ്യായിരുന്നു കേട്ടോ. രണ്ടുപേരും കൂടെ നിന്നിട്ടാണ് നമ്മൾ ഈ ട്രേസിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഈ ട്രേസിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത പണി കിട്ടിയത്. ഈ വരച്ചിരിക്കുന്ന മാർക്കിംഗ് വിസിബിൾ അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒന്നേന്ന് നമ്മൾ വരച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെ നമുക്ക് ഒരു 2-3 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു. മാർക്കിംഗ് കഴിഞ്ഞെല്ലാം നമ്മൾ റീചെക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആക്കാനായിട്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫ്ലവർ ഏതാന്ന് നിങ്ങൾക്ക് അറിയാവോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഉറക്കപ്പിച്ചിന്നൊക്കെ നേരെ എണീച്ച് പെയിന്റിംഗ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെല്ലാം വൈറ്റ് ബേസ് കൊടുത്തിട്ടാണ് പെയിന്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇത് ബ്രൈറ്റ് റെഡ് ആണെങ്കിൽ പോലും നമ്മളെ കളേഴ്സ് കൊടുക്കുന്ന ടൈമിൽ, ഡാർക്ക്ലി കളേഴ്സ് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഷെയ്ഡിങ് പ്രോപ്പർ രീതിയിൽ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ബേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ പലർക്കും ഈ പെയിന്റിംഗ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ടാണ് കാണുന്നതെന്നുള്ളൊരു ഫീൽ ആയിട്ടോ എനിക്ക് തോന്നാറ്. കാരണം ചിലരൊക്കെ ഈ ഒരു നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരൊക്കെ സഹിതമുണ്ട് കേട്ടോ ഈ റേറ്റിംഗിന്റെ കാര്യത്തിൽ. ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നട്ടെ. കാരണം ആളിപ്പോൾ മരിച്ചിട്ട് 1 മാസത്തോളം ആവാറായിട്ടുണ്ട്. ശരിക്കും ആളെ വിട്ടിട്ട് പോകുന്ന ഒരിക്കലും ഞാൻ വിചാരിക്കാത്തൊരു സംഭവമാട്ടോ. കാരണം ഞാൻ അത്രയും ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പോലും എനിക്ക് ആളെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വർക്ക് പെട്ടെന്ന് തീരുമെന്ന് കേട്ടോ വിചാരിച്ചത്. പക്ഷെ വൈറ്റ് ബേസ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടൈം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഇതൊക്കെ അയൺ ചെയ്യേണ്ടതെന്ന്. ശരിക്കും ഇതേപോലെയാണ് കേട്ടോ അയൺ ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു ഫാബ്രിക് യൂസ് ചെയ്തിട്ട് മാത്രം അയൺ ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ ആ പെയിന്റിങ്ങിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്തൊരു പ്രോസസ്സാണ് ഇതിൻ്റെ എംബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ 2-3 സ്ഥലത്തായിട്ട് ഇരുന്നിട്ടാട്ടോ എംബ്ലിഷ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഇരുന്ന് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ടാട്ടോ നമ്മൾ പിന്നെ ടേബിളിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കുറച്ച് മാത്രം കൊടുക്കാന്ന് കേട്ടോ എംബ്ലിഷ്മെന്റ് വിചാരിച്ചു. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുകയുണ്ടായി. മെറ്റീരിയൽ തരാനായിട്ട് വന്ന അനന്തൂരും പിടിച്ച് ഞാൻ വർക്ക് ചെയ്യിപ്പിക്കാട്ടോ ചെയ്യുന്നത്. 2-3 ഡേയ്സിനുള്ളിൽ വർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ രാവും പകലില്ലാതെയായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനേക്കാൾ ഏറ്റവും സങ്കടകരം എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ കണ്ണൊക്കെ നല്ല വേദനയായിരുന്നു കേട്ടോ. ഉമ്മായും കൂടെ ഉള്ളതുകൊണ്ടാട്ടോ പെട്ടെന്ന് ഞാൻ ചെയ്ത് തീർത്ത്. ഇല്ലെങ്കിൽ ഞാൻ ഒരു 3-4 ആഴ്ച ഇതിന്റെ പിറകെ ഞാൻ ഇരുന്നേനെ കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും നല്ല സ്ട്രെസ് ഫീൽ ആയിരുന്നു കേട്ടോ എനിക്കെന്ന് പറയുന്നത്. സ്ലീവ് നമ്മൾ ഇങ്ങനെയായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 പാറ്റേൺ ആയിരുന്നു. ഇനി ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടാലോ? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. പിന്നെ ഇഷ്ടമായാലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കാം കേട്ടോ.